അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നാം ഈ പഠിക്കുന്നതൊക്കെ അർഹമായ അതിനൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിആത്ത് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഖാല അന റബ്ബുക്കുമുൽ അഅല അഥവാ 24-ാമത്തെ ആയത്ത് വരെ നമ്മൾ ഓതി പഠിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കുറച്ച് ആയത്തുകൾ നമുക്കിന്ന് ഓതി പഠിക്കാം. അള്ളാഹു മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഓതാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فأخذه الله نكال الآخرة والأولى. ആദ്യം ശ്രദ്ധിക്കുക, ഖാഇന്റെ മഖ്റജ് എവിടെയാണ്? തൊണ്ടയുടെ തുടക്ക ഭാഗം. ഖാഉം അതുപോലെ തന്നെ ഗൈനും രണ്ടും തൊണ്ടയുടെ ആദ്യ ഭാഗമാണ് മഖ്റജ്. ദാലിന്റെ മഖ്റജ് എവിടെയാ? നാവിന്റെ അറ്റം, മേലെ മുൻപല്ലിന്റെ അറ്റം. അഖദ അല്ലാഹു എന്ന് ഓതരുത്. കാരണം അള്ളാഹു എന്നത് ജലാലത്തിന്റെ ഇസ്മാണ്, തഫ്ഖീമാക്കി ഉച്ചരിക്കണം. ഫഅഖദഹു അല്ലാഹു നകാലൽ ആഖിറതി. നകാലൽ ആഖി പറഞ്ഞു മഖ്റജ്. നകാലൽ ആഖിറതി വൽ ഊല. ശേഷം ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ഇന്ന മണിക്കണം. നൂൻ മീം എന്നീ രണ്ടക്ഷരം ശബ്ദ സംഭവിച്ചു കഴിഞ്ഞാൽ മണിക്കണം എന്ന് പഠിച്ചിരുന്നു. ഇന്ന 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 ഫീ ദാലിക ദ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും. ഇന്ന ഫീ ദാലിക ലഇബ്റ. ലഇബ് ബ് ലഇബ് എന്ന് കേൾക്കണം. എന്തുകൊണ്ട്? ഖൂത്ത് ബ് ജദ് ഇത്രയും അക്ഷരങ്ങൾക്ക് സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ലഇബ് ലഇബ് ഇങ്ങനെ ഉച്ചരിക്കണം. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ലിമൻ അവിടെ മണിക്കണം. എന്തുകൊണ്ട്? സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീൻ ഇത് രണ്ടിൻ്റെയും ശേഷം യാ, വാവ്, മീമ്, നൂന് ഈ 4 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ചേർക്കുകയും മണിക്കുകയും ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന. എങ്ങനെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് മണിക്കേണ്ടത് എന്നൊക്കെ മുൻ ക്ലാസ്സുകളിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് പിന്നെ ആവർത്തിച്ച് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ശേഷം അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. അഅൻതും മണിക്കണം. ഇഖ്ഫാ സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം സ്ക്രീനിൽ കാണുന്ന 15 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇഖ്ഫാ ചെയ്യണം, അഥവാ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. എന്താണ് മറക്കുക, എന്താണ് മണിക്കുക എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഅൻതും അഅൻതും അശദ്ദു ഖൽഖൻ. അശദ്ദു ഖാഇന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു, തൊണ്ടയുടെ തുടക്ക ഭാഗം. അശദ്ദു ഖൽഖൻ. ഖാഫിന്റെ മഖ്റജ് എവിടെയാ? ഖാഫിന്റെ മഖ്റജ് എന്ന് പറയുമ്പോൾ നാവിന്റെ അങ്ങേയറ്റം. നാവിന്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഖൽഖൻ. അമിസ് സമാഉ. മദ് മുത്തസിൽ. മദ് മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്, ലാസിമുണ്ട്, ആരിലുണ്ട്, ലീനുണ്ട്, അങ്ങനെ പല വിധമുണ്ട്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിന്റെ അക്ഷരവും അതിൻ്റെ ശേഷം ഹംസയും ഒരേ പദത്തിൽ സംഭവിക്കുക.
ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് സംഭവിച്ചിട്ടുണ്ട്. അലിഫ്, വാവ്, യാ, ഈ 3 അക്ഷരങ്ങളാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അതിൽപ്പെട്ട അലിഫ് ഇവിടെ സംഭവിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ശേഷം ഹംസ സംഭവിച്ചു. ഇത് ഒരേ പദത്തിൽ, ഒരേ കെലിമത്തിലാണ് സംഭവിച്ചത്. ഇതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുക. 2 അലിഫിൻ്റെ ഖദർ ഇവിടെ നീട്ടണം. 2 അലിഫ് എന്ന് പറഞ്ഞാൽ, 1 അലിഫ് എന്ന് പറഞ്ഞാൽ 1 വിരൽ നിവർത്തി മടക്കുന്ന സമയം. അപ്പം 2 അലിഫ് എന്ന് പറഞ്ഞാൽ ആദ്യം 1 നിവർത്തി മടക്കി, രണ്ടാമത്തത് നിവർത്തി മടക്കി, ഈ ഒരു സമയം. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. ബനാഹാ ശേഷം റഫഅ സംകഹാ ഫസവ്വാഹാ. റഫഅ, റോ ശ്രദ്ധിക്കുക, റഫഅ, ഐനിന്റെ മഖ്റജ് എവിടെയാ? തൊണ്ടയുടെ മധ്യഭാഗം. ഐനും അതുപോലെ തന്നെ ഹാഉം, ഈ 2 അക്ഷരവും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. റഫഅ സംകഹാ ഫസവ്വാഹാ. ഫസവ്വാ, ഫസവ്വാ, വാവ് ശ്രദ്ധിക്കണം. വാവിന്റെ മഖ്റജ് 2 ചുണ്ടുകൾ, 2 ചുണ്ടുകൾ മുന്നിലേക്ക് കൂർപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഫസൗ വാ, വാ, ഇങ്ങനെ വാ എന്നല്ല. തെറ്റാണ് പല ആളുകൾ ഓതാറുള്ളത്. താഴത്തെ ചുണ്ടും മേലെ മുൻപല്ലും വാ എന്ന് ഓതാറുണ്ട്, തെറ്റാണ്. അല്ലെങ്കിൽ വാ വാ ഇങ്ങനെയൊക്കെ ഓതാറുണ്ട്. ഇങ്ങനെയൊന്നുമല്ല, മറിച്ച് വാ വാ ഇങ്ങനെ ഓതണം. ഫസവ്വാഹ, അവിടെ വാവിന് ശബ്ദമുണ്ട്, ശ്രദ്ധിക്കാം. പിന്നെ ഓരോ ആയത്തുകളിലെ അവസാനം അലിഫാണ്. ഓരോ ആയത്തിൻ്റെ അവസാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അലിഫാണ്. അപ്പോൾ 1 അലിഫേ അവിടെ ഉള്ളൂ. അപ്പോൾ 1 അലിഫിനേക്കാൾ കൂടുതൽ അവിടെ നീട്ടിപ്പോകരുത്, അറിയാതെ, ഹറാമാണ്. ഫസവ്വാഹ അങ്ങനെ നീട്ടാറുണ്ട് ചില ആളുകൾ, ചെയ്യരുത്. ഫസവ്വാഹ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. 1 അലിഫിന്റെ ഖദർ മാത്രമേ അവിടെ നീട്ടാവൂ, കൂടുതൽ നീട്ടാൻ പാടില്ല. ശേഷം വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. ഗൈന ശ്രദ്ധിക്കുക, ഗൈന മഖ്റജ് തൊണ്ടയുടെ ആദ്യ ഭാഗം, ഗൈനും അതുപോലെ ഹാഉം. ഹാഇനെ നേരത്തെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ അതേ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഗൈൻ. ഇതാ വ്യത്യാസം. 2 ഒരേ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. എന്നാൽ ഒന്ന് തഫ്ഹീമാണ്, ഒന്ന് തർക്കീക്കാണ്. താ വായ ഓപ്പണാക്കി പറയണം. 2 വായ മൂടിയതായ രൂപത്തിൽ പറയണം. وأغطش ليلها وأخرج ശ്രദ്ധിക്കുക, ഖാഇന്റെ മഖ്റജ് എവിടെയാ? തൊണ്ടയുടെ ആദ്യ ഭാഗം, ഖാഉം ഗൈനും. وأغطش ليلها ശ്രദ്ധിക്കുക, തഫ്ഖീമാക്കി തന്നെ ഉച്ചരിക്കണം. എന്ന് മലയാളം പറയുന്നത് പോലെ പറയരുത്. وأغطش ليلها وأخرج ضحاها. ضحاها ളാദിന്റെ മഖ്റജ് നാവിൻ്റെ അരികു ഭാഗം, സൈഡ് ഭാഗം, മേലെ അണപ്പല്ല്, ആ അണപ്പല്ലിൽ മുട്ടിക്കാം. ഹാഇന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു, തൊണ്ടയുടെ മധ്യഭാഗം. ളുഹാഹ, അവിടെ ഹാഉം ഹാഉം രണ്ടും 2 അക്ഷരങ്ങളാണ്, ഒരേ പോലെ ഓതാൻ പാടില്ല. ഒന്ന് സാധാ ഹ ആണ്, നമുക്കൊക്കെ ഉച്ചരിക്കാൻ കഴിയും. ഒന്ന് ഈ ശബ്ദം പുറപ്പെടുന്ന തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. وأغطش ليلها وأخرج ضحاها. ശേഷം والأرض بعد ذلك دحاها. والأرض ളാദിന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു, നാവിൻ്റെ സൈഡ് ഭാഗം
മേലെ അണപ്പല്ല്. വൽ അർള വൽ അർള ബഅദ ഐന ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. വൽ അർള ബഅദ ദാലിക ശ്രദ്ധിക്കുക, നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. വൽ അർള ബഅദ ദാലിക ദഹാഹ ദഹാഹ أخرج منها ماءها ومرعاها ശ്രദ്ധിക്കുക, أخرج منها ماءها മദ് മുത്തസിൽ, ഒരേ പദത്തിൽ അലിഫും അതേപോലെ ഹംസയും വന്നു. 2 അലിഫിൻ്റെ ഖദർ അതുകൊണ്ട് നീട്ടണം. أخرج منها ماءها ومرعاها ومرعاها ഒന്ന് ഐനാണ്, രണ്ടാമത്തത് ഹ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വമർഅഹ ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ അങ്ങേ അറ്റവുമാണ്. തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഹാവും ഒന്ന് ഹംസയും. أخرج منها ماءها ومرعاها والجبال أرساها واو والجبال أرساها والجبال أرساها صدق الله العظيم. ക്ലാസ് കേട്ടതുപോലെ തന്നെ അത് ഓതുന്ന സമയത്തും കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രാക്ടീസ് മുഖ്യമാണ്. നല്ല രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക. അള്ളാഹു പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ കൊണ്ട് തൃപ്തി ലഭിച്ച ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.